മഞ്ജൂസ് ഫുഡി സെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്ന റെസിപ്പി വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കുക്കർ ചിക്കനാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. കാരണം ഇതിൻ്റെ മസാല കൂട്ടിന് ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഈ മസാല തന്നെ ചേർത്തിട്ട് നിങ്ങൾ ഈ കുക്കർ ചിക്കൻ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവർക്കും ചിക്കൻ കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റാണ് ഇതിന്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ കുക്കർ ചിക്കൻ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. ചിക്കൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫുള്ളായിട്ടുള്ള ചിക്കൻ തന്നെ എടുക്കണം കേട്ടോ. ഇനി ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നല്ലതുപോലെ ആഴത്തിൽ തന്നെ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ ഉള്ളിലേക്ക് നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഭാഗത്തും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ചേർക്കുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കുക്കർ ചിക്കന് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. ഇത് കസൂരി മേത്തിയാണ്, ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 3 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കസൂരി മേത്തിയുടെ ഫ്ലേവർ ഒട്ടും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നോർമൽ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല മാത്രം എടുത്താൽ മതി. 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വിനീഗർ അല്ലെങ്കിൽ നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പ്. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമല്ല ചേർത്ത് കൊടുക്കുന്നത്, പകരം വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക, വേറെ ഓയിലൊന്നും യൂസ് ചെയ്യണ്ട. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇപ്പം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ്റെ മുകളിൽ നല്ലതുപോലെ തേച്ചെടുക്കണം. എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ചിക്കൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ നല്ലതുപോലെ ഒന്ന് മസാല ആവുന്ന രീതിയിൽ തേച്ച് കൊടുക്കുക. ഇപ്പം മുഴുവനും മസാല പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിനിമം 1 അവറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഇപ്പോൾ 1 അവർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ലെഗ് നല്ലതുപോലെ ഒന്ന് ഒരു നൂല് ഉപയോഗിച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം. ലെഗ് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കർ എടുക്കുക. ഇത് 5 ലിറ്ററിൻ്റെ കുക്കറാണ്. ചിക്കൻ ഇറങ്ങിയിരിക്കാൻ പാകത്തിനുള്ള കുക്കർ എടുക്കാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് കോക്കനട്ട് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. മാക്സിമം 1-2 ടേബിൾ സ്പൂൺ. ഇത് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടല്ല ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ അടിയിൽ പിടിച്ചിട്ട് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ചിക്കൻ ഇതിനുള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് നോർമൽ നമ്മൾ കുക്കറിൻ്റെ വെയിറ്റൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണോ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് അതേ രീതിയിൽ തന്നെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ 2 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു 18 to 20 മിനിറ്റ്, ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് ചെറിയ വ്യത്യാസം വരും. ഞാനിപ്പോൾ 20 മിനിറ്റോളം വെക്കുന്നുണ്ട്. അത്രയും നേരം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ചിലപ്പോൾ വിസിലൊക്കെ 1-2 പ്രാവശ്യമൊക്കെ വിസിലടിക്കുമായിരിക്കാം, ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല, വിസിലടിച്ചോട്ടെ. അപ്പോൾ ഓപ്പൺ ചെയ്യാനോ ഒന്നിനും പോകണ്ട. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ ചിക്കൻ പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടും. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനുള്ള ഗ്രേവിയൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചിക്കൻ പതിയെ പൊട്ടാതെ നമുക്ക് കുക്കറിൽ നിന്ന് മാറ്റാം. ഇനി ഈ ഒരു രീതിയിൽ നമുക്ക് സെർവ് ചെയ്യാം. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടണം, ഒന്ന് ഫ്രൈ ചെയ്തിട്ടുള്ളൊരു ടേസ്റ്റിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഓരോ ഭാഗവും മാക്സിമം ഒരു 3 മിനിറ്റ് നേരം അത്ര മതി തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പതുക്കെ തിരിച്ചും ഇടുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ പതുക്കെ തന്നെ ചെയ്യണം. ഇനിയിപ്പോൾ ഞാൻ ഓയിലിൽ നിന്ന് മാറ്റുകയാണ്. ഇനി കുക്കർ ചിക്കൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ഗ്രേവി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേ ഓയിലിൽ തന്നെ 2 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്. ഇത് രണ്ടിൻ്റെയും റോസ് സ്മെല്ലൊന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിന് ശേഷം ഒരു സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് കൂടി ചേർത്തിട്ട്
നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇതിപ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ്, ഇതും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സെക്കൻഡ് നേരം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ചിക്കൻ വേവിച്ചപ്പോൾ ബാക്കി വന്നിട്ടുള്ള ചിക്കൻ്റെ സ്റ്റോക്ക് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് 2 മിനിറ്റ് നേരം നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഉപ്പും എരിവൊന്നും വേറെ ഇടേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ അത്യാവശ്യം ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറവ് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഗ്രേവി കൂടെ റെഡി ആയിട്ടുണ്ട്. ഈ ഗ്രേവി ഇനി ചിക്കൻ്റെ മുകളിലും സൈഡിലൊക്കെ നല്ലതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരോടും ബൈ.